ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് നിഫ്റ്റിനെ കുറിച്ചാണ്. നിഫ്റ്റിയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ റേഞ്ച് എന്ന് പറയുന്നത് 24,657 എന്ന് പറയുന്ന ഒരു റേഞ്ച് തന്നെയാണ്. തീർച്ചയായിട്ടും മാർക്കറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്ന ആ റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. താഴേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ടായില്ല. അവിടെ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോയി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 24,800 എന്ന് പറയുന്ന റേഞ്ച് തന്നെയാണ് നമ്മൾ ഇന്നലെ പ്രധാനമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് പറഞ്ഞത്. മാർക്കറ്റ് അത്രയും ദൂരെ പോയിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ബാങ്ക് നിഫ്റ്റി നെഗറ്റീവിലായിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി ഡൗൺ വന്നു, പിന്നെ മുകളിലേക്ക് പോയതായിട്ട് ഉച്ചയ്ക്ക് ശേഷം മുകളിലേക്ക് നല്ല രീതിയിൽ പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ മാർക്കറ്റ് 24,800 അല്ലെങ്കിൽ 846 എന്ന് പറഞ്ഞ റേഞ്ചിലേക്ക് പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് നാളത്തെ ഒരു റേഞ്ചാണ്. നാളത്തെ ഒരു റേഞ്ച് നോക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന PDH ലെവൽ പ്രധാനമായുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാറും. അവിടെ ഒരു സെല്ലേഴ്സ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 24,800 മുകളിലേക്കൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 24,781 എന്ന് പറയുന്ന റേഞ്ച് പ്രധാനമായുള്ള സപ്പോർട്ട് ഏരിയ ആവും. ഇവിടെ സപ്പോർട്ട് എടുത്ത മാർക്കറ്റ് മുകളിലേക്ക് 24,846 അതിന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 24,900 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് 24,745 അല്ലെങ്കിൽ 24,750 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് മാർക്കറ്റ് വരാൻ അവിടെ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു റേഞ്ച് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിന് ഡൗൺ ചെയ്യുവാണെങ്കിൽ 24,657 എന്ന് പറയുന്ന ഒരു ലെവലിലേക്കായിരിക്കും നിഫ്റ്റിയുടെ ട്രാവലിംഗ് നടക്കുക. വലിയ രീതിയിലുള്ള സെൽ ഓഫ് ഒക്കെ നടക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഏരിയ ഉണ്ട്, 24,600 എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. ആ ഏരിയനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ മാത്രമാണ് വലിയ രീതിയിലുള്ള സെൽ ഓഫ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നാളെ എക്സ്പയറി ആണ്. അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടുകൾ ഒന്ന് നോക്കുക. ബാങ്ക് നിഫ്റ്റി ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന ആ റേഞ്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ടായില്ല. ഇവിടുത്തെ ഓപ്പണിംഗ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. 50,800 എന്ന് പറയുന്ന ഒരു റേഞ്ച് തന്നെയാണ്. ആ ഒരു റേഞ്ചിന് താഴെയായിട്ട് ഓപ്പൺ ചെയ്തു. നമ്മൾ പറഞ്ഞതിന് മുകളിലേക്ക് മാർക്കറ്റ് പോകും, 51,000 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് മാർക്കറ്റ് പോവുക എന്നാണ് പറഞ്ഞത്. പക്ഷെ മാർക്കറ്റ് അങ്ങനെ പോയില്ല. 50,800 താഴെയായിട്ട് ഓപ്പൺ ചെയ്തു, ടൗണിലേക്ക് വന്നു. 50,300 എന്ന് പറയുന്ന ഒരു ലെവല് നമ്മൾ പറഞ്ഞ റേഞ്ച് 290 ആണ്. 290ലാണ് സപ്പോർട്ട് എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതിന് മുകളിലേക്ക് മാർക്കറ്റ് ഏകദേശം 50 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധിക്കും. 50,333 എന്ന് പറയുന്ന റേഞ്ചിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത്. രാവിലത്തെ ഓപ്പണിംഗ് തന്നെ ഒരു ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ റിക്കവറി കൊടുത്തു. അതിന് ശേഷം ഉച്ചയ്ക്ക് വീണ്ടും മാർക്കറ്റ് ഡൗൺ ആയി. ഏകദേശം ഒരു മണിക്ക് ശേഷം മാർക്കറ്റ് വീണ്ടും 50,300 എന്ന് പറഞ്ഞ റേഞ്ചിലേക്ക് വന്നു. അതിനുശേഷം ക്ലോസിംഗിന്റെ സമയത്താണ് മാർക്കറ്റ് പോസിറ്റീവിലേക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളത്തെ ഒരു ലെവലിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന ആ റേഞ്ച് തന്നെയാണ്. 50,800 എന്ന് പറയുന്ന ലെവൽ തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നോക്കേണ്ടത്. അതിന് ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ 51,000 എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ലെവലും അതുപോലെ തന്നെ 51,200 എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള അപ്മൂവ്മെന്റ് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റേഞ്ച്, ഈ PDH എന്ന് പറയുന്ന റേഞ്ച് 50,800 താഴെയുള്ള റേഞ്ചിൽ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 51,000 അതുപോലെ 51,200 എന്ന് പറയുന്ന ലെവലിലേക്കും മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഒരു ഗ്യാപ് ഡൗൺ ആയിട്ട് വലിയ സെൽ ഓഫ് ഒക്കെ വരുവാണെങ്കിൽ 50,290 എന്ന് പറയുന്ന റേഞ്ച് സപ്പോർട്ട് ഏരിയ ആണ്. അതിന് ബ്രേക്ക് ഡൗൺ ചെയ്തുവാണെങ്കിൽ മാത്രമാണ് 50,050 അല്ലെങ്കിൽ ആ പഴയ ഒരു ലെവലായിട്ടുള്ള 49 ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വരില്ല. 49,900 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് മാർക്കറ്റ് പെട്ടെന്ന് വരില്ല. 50,050 എന്ന് പറയുന്ന ലെവൽ തന്നെയായിരിക്കും പ്രധാനമായിട്ട്. അതായത് ഈ ലെവൽ തന്നെയായിരിക്കും മാർക്കറ്റ് പ്രധാനമായിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇന്ന് FIയുടെ ഭാഗത്തു നിന്നുള്ള സെല്ലിംഗ് ആണ് ഉണ്ടായിട്ടുള്ള. FI എന്ന് സെല്ലിയേഴ്സ് ആവുകയാണ് ചെയ്തത്. DI ഇന്ന് ബയേഴ്സ് ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് നാളത്തെ ലെവൽ ഈ പറഞ്ഞ ലെവലുകളൊക്കെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നോക്കുക.